എല്ലാവരും പറയും അനുമോൾ ക്യൂട്ട്നെസ് വാരി വിതറുന്നെന്ന്. അത് നൂറേയും പറയും, ആതിരയും പറയും, നിവിനും പറയും, എല്ലാവരും പറയും. പക്ഷേ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. അനുമോൾ നിൽക്കുന്നത് സംസാരിക്കുന്ന എല്ലാം അതിൻ്റെതായ ഒരു ഭംഗിയാണ്. നല്ല സൂപ്പറാണ് അനുമോൾ. ഇപ്പോൾ ഷാനവാസിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു രംഗം, അത് നല്ല നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഷാനവാസിൻ്റെ നെഞ്ചിൽ കൈ വെച്ചിട്ട് പറയുന്നതാണ്, പറയുന്ന അനുമോൾ പറയാണ്. അപ്പോൾ ഷാനവാസ് പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദില പറയാം, ഇല്ല ഇക്ക പറഞ്ഞായിരുന്നു ലക്ഷ്മിയോട് പറഞ്ഞെന്ന്. അപ്പോൾ ഷാനവാസിക്ക് എപ്പോൾ അവർ നല്ല സ്റ്റൈലിൽ ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞ ഓർമ്മ പോലും എനിക്കില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയാം. ലക്ഷ്മി ഇവിടെ ഓടി നടന്ന് ലക്ഷ്മിക്ക് ഇഷ്ടമുള്ളവരോട് മാത്രം സംസാരിക്കുന്ന അനുമോൾ പറയുന്നു. ഷാനവാസ് ചോദിക്കുകയാണ്, ലക്ഷ്മി എന്നാണ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്? അതെ, എനിക്കിവിടെ ഇങ്ങനെ ഒരു തടസ്സം തോന്നും, അപ്പോൾ ഞാനിങ്ങനെ പിരിക്കാറുള്ളതാണ്. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രം ഭയങ്കര ദേഷ്യഭാവമാണ് അനുമോൾ പറയാം, ഞാൻ ഇന്നലെ ഒന്നും നല്ല ആൾക്കാരെ കണ്ടു തുടങ്ങിയത്, എനിക്ക് എല്ലാ ആൾക്കാരെയും കണ്ടാൽ എനിക്കറിയാം ഇങ്ങനെ ഏത് രീതിയാണെന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയാം, നിൽക്കി ചോദിക്കട്ടെ എന്ന് പറയാം. നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ചോദിക്കട്ടെ, നീ കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ഇതിനകത്ത് വന്നത്, ഇൻ്റർവ്യൂവിൽ നീ പറഞ്ഞിട്ടില്ലേ നീ കരയില്ലാന്ന്? നീ ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ ഇവിടെ വാ എന്ന് പറയാണ് ഷാനവാസ്. ഇൻ്റർവ്യൂവിൽ നീ കരയില്ലാന്ന് പറഞ്ഞിരുന്നു അനു? ഇല്ല. പിന്നെയും ചോദിക്കുകയാണ്, പിന്നെ അനു പറയാം, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഞാൻ കരയില്ലാന്ന്? അന്ന് ഷാനവാസ് പറയുന്നത്, നീ ഇൻ്റർവ്യൂവിൽ പറഞ്ഞോ, നീ പറഞ്ഞ് എന്ന് പറയാണ്. നല്ല ക്യൂട്ട്നെസ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് അവരുടെ സംസാരം കാണാൻ. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.